മീൻസ് വൈൽഡ് സിനിമൺ ലീവ്സ്. അതിൻ്റെ നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കാറുണ്ട്, അതിൻ്റെ സ്മെല്ലുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആദ്യം നമുക്ക് തട്ടിയെടുക്കാം. ടർമറിക് പൗഡർ, കോക്കനട്ട് ഓയിൽ, ജിഞ്ചർ ഗാർലിക്, റെഡ് ചില്ലി പൗഡർ, സാൾട്ട്, ഷാലറ്റ്സ്, ചെറിയ ഉള്ളി, പ്രോൺസ്. അതിന് എങ്ങനെയാണ് മാരിനേറ്റ് ചെയ്യണം നമുക്ക് നോക്കാം. മാരിനേറ്റ് മീൻസ് 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിനുള്ള സാൾട്ട്, ഒരു 2 ടീസ്പൂൺ റെഡ് ചില്ലി. ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഷാലറ്റ്സ്, അതായത് ചെറുള്ളിയും കൂടെ നമ്മൾ ഓൾറെഡി ഇത് മിക്സ് ചെയ്യും. അതിലൂടെ ആവശ്യത്തിന് കറി വയ്ക്കും. ഈ മാരിനേറ്റിന് ആദ്യം തന്നെ മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത ശേഷം നല്ല ഇതിൻ്റെ ഫ്ലേവർ മുൻകൂട്ടി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ മിക്സ് ചെയ്യുന്നത്. ഇതിലൂടെ പ്രോൺസ് ക്ലീൻ ചെയ്തിട്ട് പ്രോൺസ് നമ്മൾ ഇതിലൂടെ ആഡ് ചെയ്യും. മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. സാൾട്ടൊക്കെ പാകത്തിനാണെന്ന് നോക്കുക, അതനുസരിച്ച് മിക്സിങ് നടന്നുകൊണ്ടിരിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 20 മിനിറ്റ് അല്ല 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത ശേഷം മാറ്റി വെക്കുക. അതിനുശേഷം നമുക്കിത് റാപ്പ് ചെയ്തിട്ട് തവയിൽ ഗ്രില്ല് ചെയ്യണം. മാരിനേഷൻ റെഡി ആയിട്ടുണ്ട്. അത് നല്ല മാരിനേഷൻ. സ്പൈസി കൂടുതലാണെങ്കിൽ സ്പൈസി ആഡ് ചെയ്യുക, വേണമെങ്കിൽ അതനുസരിച്ച് നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച്. മൈൽഡാണെങ്കിൽ മൈൽഡ്, അതനുസരിച്ചുള്ളൊരു. ഇപ്പം നമ്മുടെ മാരിനേഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്ത് നമ്മൾ എണ്ണയിൽ പൊതിഞ്ഞിട്ട് നമ്മളെടുത്ത് വെക്കാൻ പോകും, ഗ്രില്ല് ചെയ്യാൻ പോകും. അതായത് തവ ചൂടാക്കി വെക്കുക. തവ ചൂടാക്കി വെച്ച ശേഷം ഇതിന് വേണ്ടിയിട്ട് ഒരു ലീഫ് എടുക്കുക. അതായത് ക്ലീൻ ചെയ്തത് ലീഫ്. അത് നന്നായിട്ട് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്ത ശേഷം പ്രോൺസ് ഇതിനകത്ത് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത് ഇലയുടെ വലിപ്പം അനുസരിച്ച് ഫില്ല് ചെയ്യണം. ഒത്തിരി ഓവറായിട്ട് ഫില്ലായിട്ട് വരും, അതിൻ്റെ അകത്ത് നിൽക്കാൻ പാടാണ്. അത് നമ്മൾ എന്താ പറയുക, പലർക്കും പല ഇത് പറയും. സ്വീറ്റ് ഉണ്ടാക്കുമ്പം കുമ്പിളപ്പം, പൂച്ചപ്പം, അങ്ങനെയൊക്കെ കുറേ പറയാറുണ്ട്. അതുപോലത്തെ ഒരു എന്താ പറയുക, ആ അതിൻ്റെ ഫ്ലേവർ, സ്മെല്ല് അത് കഴിച്ചിട്ടുള്ളവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ആ ഒരു ലീഫിൻ്റെ ഫ്ലേവർ കിട്ടാനായിട്ട് അത് കൊണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഫോൾഡിങ് ഇത് കറക്റ്റായിട്ടുണ്ട്. ഈ ഫോൾഡിങ് 2-3 നമുക്ക് മിക്സ് ചെയ്യാം, ചെയ്തിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. ഫില്ല് ചെയ്യുക, ഫോൾഡ് ചെയ്യുക, പ്രോൺസ് ഇടുക, മടക്കി ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യും. അത് പോകാതിരിക്കാൻ വേണ്ടി ഒരു ടൂസ്റ്റിക്കും കൂടെ ആഡ് ചെയ്യുന്നു. കറക്റ്റായിട്ട് സെറ്റായിട്ട് ഒന്നും കൂടെ ഞാൻ സെറ്റ് ചെയ്യാം. ഫോൾഡ് ചെയ്യുന്നത് കറക്റ്റായിട്ടുണ്ടാവുമല്ലോ. ശേഷം സ്വല്പം കോക്കനട്ട് ഓയിൽ ജസ്റ്റ് ലൈറ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പാനിൽ ആഡ് ചെയ്യുക. ഫയർ സ്വല്പം കൂട്ടുക. പാൻ ചൂടായ ശേഷം ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. കവർ ചെയ്ത് വെക്കുക. പക്ഷെ ഒരു 5 മിനിറ്റ്സിനുള്ളിൽ ഇത് റെഡിയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇത് ജസ്റ്റ് സ്മോക്ക് ചെയ്ത് കൊടുക്കാത്ത രീതിയിൽ നമ്മളൊരു ഫ്ലാറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്.
പ്ലാറ്റർ ഹീറ്റാക്കുക, നല്ലോണം ഹീറ്റാക്കുക. ഒരു 5 മിനിറ്റ് മതിയാവും നമുക്കത് കുക്കായിട്ട് എടുക്കാനായിട്ട്. നല്ല ഈ എന്താ പറയുക, അതിൻ്റെ ഫ്ലേവറും ഒക്കെ ഇപ്പോൾ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ലീഫിൻ്റെ, സിനമൺ ലീവ്സിൻ്റെ ആ ഒരു ഫ്ലേവർ. ഏകദേശം നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. നമുക്കൊരു പ്ലാറ്ററിൽ തന്നെ സെറ്റ് ചെയ്തത് അതിൻ്റെ ആ ഒരു തവയെന്ന് എടുത്ത് കഴിക്കുന്ന ഒരു ഫീലിങ്സ് ഉണ്ട്. ഗാർണിഷ് ചെയ്യാം. സലാഡ്, ശരിയായിട്ടുണ്ട്. നമുക്കത് ഫിനിഷിൽ ഡിഷ് റെഡിയാണ്. കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പാത്രത്തിൽ സ്മോക്ക് ചെയ്ത് കൊടുക്കാം. ഡിഷ് റെഡിയാണ്. താങ്ക് യു. ഫ്രം വൈത്തിരി സാർ.